ഞാൻ ആദ്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ഒരു സമരം സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുക. കാരണം എല്ലായിടത്തും ചൂടാണ്. പാലക്കാട്ടെ ചൂട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ സന്ദർഭമാണ്. എന്നിട്ടും ഇത്രയും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കർഷകർ അനുഭവിക്കുന്ന പ്രയാസം പൂർണ്ണമായി ഇവിടുത്തെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഒരുപാട് നേതാക്കൾ സംസാരിക്കാനുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ സമയബന്ധിതമായി ഈ യോഗ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബജറ്റ് വന്നതൊക്കെ പത്രങ്ങളിൽ കണ്ടു കാണും. ബജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി തുടങ്ങിയത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അവസാനിച്ചു, കേരളം ഒരു ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് ആമുഖമായി പറഞ്ഞത്. ഒരു ടേക്ക് ഓഫിന് തയ്യാറെടുക്കണമെങ്കിൽ നമുക്കറിയാം എല്ലാം സമ്പൂർണമായി സജ്ജീകരണം ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ടേക്ക് ഓഫ്. പക്ഷെ ഇവിടുത്തെ ടേക്ക് ഓഫിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടേക്ക് ഓഫ് നടത്താൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞോ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആ ടേക്ക് ഓഫിനകത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവില്ല, കേരളത്തിലെ ആശാ വർക്കർമാരുണ്ടാവില്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവില്ല, കേരളത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങൾ, പ്രയാസപ്പെടുന്നവർ, കർഷകർ, മലയോര മേഖല ജനങ്ങൾ, ഇവരൊന്നുമില്ലാത്തൊരു ടേക്ക് ഓഫാണ് ബാലഗോപാൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ടേക്ക് ഓഫിന് വേണ്ടി അധികം കാത്തിരിക്കേണ്ടി വരില്ല. 2026 തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ടേക്ക് ഓഫ് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിന് നൽകും. അത് അധികാരത്തിൽ നിന്ന് പുറത്തേക്കുള്ള ടേക്ക് ഓഫ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം കേരളത്തിലെ ഇന്ന സ്ഥിതിയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, തിരുവനന്തപുരത്ത് ചെന്നാൽ ആശാ വർക്കർമാരുടെ സമരമാണ്. അവര് നമ്മൾ ഭരിക്കുന്ന കാലത്താണ് എളമരം കരീം 2014 അദ്ദേഹം പറഞ്ഞു 10,000 രൂപ കൊടുക്കണം ആശാ വർക്കർമാർക്ക് എന്നാണ്. ഇപ്പൊ 2024 എത്തി നിൽക്കുമ്പോൾ, 25 എത്തി നിൽക്കുമ്പോഴാണ് ആശാ വർക്കർമാരുടെ നിലവിലുള്ള ഓണറേറിയം ഒന്ന് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കശുവണ്ടി കർഷകർ, കശുവണ്ടി ഫാക്ടറികൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ്. രാജീവ് പറയുന്നു കേരളം വ്യവസായത്തിൽ അങ്ങനെ പൊടി പൊടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ മുഴുവൻ സമരത്തിലാണ്. അവർക്ക് ആ ഫാക്ടറി ഒന്ന് തുറന്ന് ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ അവർ അന്നം മുട്ടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി ഫാക്ടറി തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾ സമരത്തിലാണ്. ആലപ്പുഴയിലെ കാര്യം ഞാൻ പറയേണ്ട. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ മാത്രമല്ല എല്ലാവരും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സമരം ഒരു ഭാഗത്ത്, അതോടൊപ്പം തുടർച്ചയായി മത്സ്യത്തൊഴിലാളികൾ, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴയിലും കൊല്ലത്തും ഒക്കെ സമരരംഗത്താണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. TN പ്രതാപൻ പറഞ്ഞു, നമ്മുടെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, 8-ാം തീയതി കടലിൽ പോയി മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ തീരദേശ മേഖലയിലെ അവസ്ഥ. അത് ആലപ്പുഴയായാലും എറണാകുളമായാലും ഒക്കെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് പ്രയാസങ്ങളുടെ നടുക്കടലിലാണ്. നമുക്ക് മലയോര മേഖല നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട. ഇടുക്കി ആയാലും വയനാടായാലും മലയോര മേഖലയിലുള്ള ജനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. നമുക്കറിയാം പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ മാന്യമായി വഴി നടക്കാൻ ഇന്ന് ഭയപ്പെട്ടുകൊണ്ട് നടക്കണം. വീട്ടിൽ നിന്ന് രാത്രി ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, വന്യമൃഗശല്യം അത്ര രൂക്ഷമാണ്. അതിനെതിരെയുള്ള സമരങ്ങൾ മലയോര മേഖലയിൽ നടക്കുകയാണ്. പാലക്കാട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ, കാർഷിക രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഇന്ന് സംഭാവന ചെയ്യുന്ന 2 ജില്ലകളിലൊന്ന് പാലക്കാട് ജില്ലയാണ്. അവിടെ കർഷകന്റെ നടുവൊടിഞ്ഞ സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആ കർഷകന് വേണ്ടി ഇത്തരം ഒരു സമരം ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചത്. അപ്പോൾ ഓരോ മേഖലയും, ഞാൻ അന്ന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ കേരളത്തിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. പക്ഷേ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നു യാതൊരു പ്രയാസവുമില്ല, എല്ലാം ശരിയായി, സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചു എന്നാണ് പറയുന്നത്. എന്തേ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ? എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു തെരഞ്ഞെടുപ്പ് വർഷമാണ്, അതുകൊണ്ട് എന്തായാലും ഇത്തവണ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു.
ഈ ഗവൺമെന്റ് ബജറ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴും ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനെ കുറിച്ച് ഒരക്ഷരം ഈ ഗവൺമെന്റ് പറഞ്ഞില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നൽകിയ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്ഷേമ പെൻഷൻ കൂട്ടും, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായില്ല. നമ്മൾ ഏറെ പ്രതീക്ഷയോട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തങ്കപ്പം പറഞ്ഞല്ലോ, നെൽകർഷകർ നെല്ലുൽപാദനമൊക്കെ ഇന്ന് താഴോട്ട് വരികയാണ്. ഗവൺമെന്റും കൃഷി വകുപ്പും ഉൽപാദനം കൂട്ടണമെന്ന് പറയുമ്പോൾ ഇന്ന് കഴിഞ്ഞ 2023-24 ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന ആസൂത്രണ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ പറയുന്നു നമ്മുടെ ഉൽപാദനം കുറയുന്നു. എങ്ങനെ ഉൽപാദനം കുറയാതിരിക്കുക? ഉൽപാദനം കുറയണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കൊടുക്കണമെന്ന്, അത് കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് എത്ര പ്രയാസകരമാണ്. എത്രമാത്രം പ്രയാസപ്പെട്ട വിളവെടുപ്പ് നടത്തുന്നവരെ ഒരു വിള നോക്കി നിൽക്കേണ്ടത്. ആ വിളകൾ ഇന്ന് വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിനെതിരായ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ഇത്തവണ വന്യമൃഗശല്യത്തിന് 48 കോടിയിൽ നിന്ന് ബജറ്റിൽ 70 കോടി രൂപ വർദ്ധിപ്പിച്ചു. കേരളത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ 2-3 ജില്ലകളാണ് മലയോര മേഖല ഇല്ലാത്തത്. ബാക്കി എല്ലായിടത്തും മലയോര മേഖലയാണ്. ഇപ്പൊ മലയോര മേഖല ആവേണ്ട കാര്യമില്ല, എല്ലായിടത്തും വന്യമൃഗശല്യങ്ങളാണ്. ഈ വന്യമൃഗങ്ങളെ തടയുന്നതിന് ഫെൻസിങ് വേണം, ഡ്രഡ്ജിങ് വേണം. അത് കിലോമീറ്ററുകളോളം നമുക്ക് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയൂ, കൃഷിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയൂ. ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ എന്താ വേണ്ടത്? ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ വേണം ഇതിനു വേണ്ടി ഫെൻസിങ് നടത്തുന്നതിന് വേണ്ടി, വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പണം നീക്കി വെക്കുന്നതിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാക്കിയോ? ദിവസവും 2-3 പേര് ആന കുത്തിയും കടുവ കടിച്ചും പുലി നിന്നും മരിക്കുന്ന കേരളത്തിൽ ഒരു ബജറ്റ് പാസ്സാക്കുമ്പോൾ അതിനാവശ്യമായ പണമില്ല. ഇത്തവണ ഞങ്ങൾ 22 കോടി കൂട്ടി 70 കോടി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതേ ഖണ്ഡികയിൽ അതേ പാരഗ്രാഫിൽ തന്നെ പറയുന്നു, കഴിഞ്ഞ തവണ 129 കോടി രൂപ കൃഷി നശിച്ചതിന്, ആളുകൾ വന്യമൃഗ ശല്യം കൊണ്ട് മരിച്ചതിന്, പരിക്കേറ്റതിന് കൊടുത്തു എന്ന് പറയുന്നു. ഒരു ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ പുലി പിടിച്ചും ആന കുത്തിയുമൊക്കെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രതിരോധത്തിന് ആവശ്യമായ പണം ബഡ്ജറ്റിൽ നീക്കിവെക്കണം. അങ്ങനെ നീക്കിവെച്ച് യഥാർത്ഥത്തിൽ വനവും ജനവാസ കേന്ദ്രങ്ങളും തമ്മിലുള്ള അതിർത്തികൾ അതിനകത്ത് വ്യക്തമായ മതിൽ കെട്ടിയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഫെൻസിങ് നടത്തിയും ഡ്രഡ്ജ് ഉണ്ടാക്കിയും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് തടയണം. അതിന് പണം അനുവദിക്കുന്നില്ല, അതിന് പണം കുറച്ച് അനുവദിക്കുന്നു. ഇന്ന് കൊല്ലപ്പെട്ട, കൃഷി നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകൾക്ക് കൂടുതൽ കൊടുക്കുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 100 കണക്കിന് കോടി രൂപ കുടിശ്ശികയാണ്. കൃഷി നഷ്ടപ്പെട്ട കൃഷിക്കാരന്, കർഷകന് ഇന്ന് പണം കൊടുക്കുവാനുണ്ടെന്ന്, വളരെ വലിയ തുക കൊടുക്കുവാനുണ്ട്. അപകടം പറ്റിയവർക്ക് വലിയ തുക കുടിശ്ശികയാണ്, അത് കൊടുക്കുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഈ രീതിയിൽ ഗവൺമെന്റ് വ്യവസായവും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കൊന്ന് തോന്നണ്ടേ? ഇവിടുത്തെ കർഷകന് തോന്നണ്ടേ? ഇവിടുത്തെ സാധാരണ കച്ചവടക്കാരന് തോന്നണ്ടേ? പാലക്കാട് എത്ര കച്ചവടം പൂട്ടിയെന്ന് ഇവിടെ നഗരസഭയിൽ ചെന്നാൽ അന്വേഷിച്ചാൽ അറിയാം. പക്ഷേ രാജീവ് പറയുന്നു എല്ലാം സുഭിക്ഷമാണ്. ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ചെന്ന് അന്വേഷിച്ചാൽ 10 വർഷം 5 വർഷം മുമ്പുള്ള കച്ചവടം എന്തായിരുന്നു, അതിന്റെ പകുതി പോലും ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നവരാണ് കച്ചവടക്കാർ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രാജീവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ കച്ചവടം തുടങ്ങുന്നു, ഇവിടെ യാതൊരു പ്രയാസവുമില്ല. എന്തിനാണ് നമ്മുടെ കുട്ടികൾ അമേരിക്കയിലേക്കും UK-യിലേക്കും ജർമ്മനിയിലേക്കും ഗൾഫിലേക്കും ഒക്കെ പോകുന്നത്? ഇവിടെ ഇത്ര വ്യവസായം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്ര വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ ഗവൺമെന്റ് അവസാന വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രചരണ വർഷമാക്കി മാറ്റുകയാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാം സുഭിക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുള്ള PR വർക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഗൗരവപൂർവ്വം കാണേണ്ട ഒന്നാണ്. ഇന്ന് വ്യവസായ രംഗത്ത് വളരെ പ്രയാസം, ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗത തൊഴിലാളികളൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോഴും വ്യവസായം ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുന്നത് വലിയ പ്രചരണമാണ്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ സിനിമാ താരങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയാണ് ഇവിടെ വളരെ വ്യവസായങ്ങൾ കടന്നു വരുന്നു, നല്ല അന്തരീക്ഷമാണ്. എത്ര വ്യവസായങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പൂട്ടിപ്പോകുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ ആ രീതിയിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങളൊക്കെ. യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രചരണങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് വന്നുകൊണ്ട് കൃഷി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ രീതിയിലും കർഷകൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ കർഷകർക്ക് അറിയില്ല അവരുടെ പ്രയാസങ്ങൾ. അതുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന
അവർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. BJP പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അധികാരത്തിന്റെ സൗകര്യങ്ങളുണ്ട്, പണത്തിന്റെ സൗകര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ബഹുമാനായ ഉദ്ഘാടകൻ പറഞ്ഞു 4 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ബൽറാമും മുതലീബൊക്കെ എൻ്റെ അടുത്ത് പറയാണ് അത് പുറത്ത് പറയുന്നതാണ്, ഏതാണ്ട് 40 കോടിയെങ്കിലും ചെലവാകും എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 40 കോടി സംസ്ഥാന സമ്മേളനത്തിനും 4000 കോടി പ്രചരണത്തിനും വേണ്ടി ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇന്ന് CPM-നില്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, കർഷകന്റെ യഥാർത്ഥ പ്രശ്നം അത് ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം, UDF-ന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരമൊരു സമരം നടത്തിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് കോൺഗ്രസ്.